യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ 12 പേരുണ്ടായിരുന്നതിൽ ആദ്യം തന്നെ ഇസ്കരിയോത്ത് യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്ത് അവൻ നാശയോഗ്യനായിപ്പോയി. പിന്നീട് 11 പേരുണ്ടായിരുന്നു. 12ാമത് മത്തിയാസിനെ ചീട്ട് വീണു, മത്തിയാസിനെ ചേർത്തു എന്ന് പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ ദൈവം കണ്ടിരുന്നത് ഒരു പക്ഷേ അറിയാൻ പാടില്ല സെൻറ്റ് പോൾ ആയിരിക്കുമോ എന്ന്. അപ്പോസ്തലനായ പൗലോസ്ലീഹ ആയിരിക്കുമോ ആ വന്ന വിടവ് നികത്താനായി വന്ന അപ്പോസ്തലൻ എന്ന് നമുക്ക് നിശ്ചയമില്ല. കാരണം വേദപുസ്തകത്തിൽ തെളിവൊന്നുമില്ല. എന്തു തന്നെയാണെങ്കിലും ആ 11 പേര് അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെ പറഞ്ഞാൽ 12 പേര് എല്ലാവരും ഒട്ടേറെ പീഡകൾ സഹിച്ചു, ഒട്ടേറെ യാതനകൾ സഹിച്ചു. എന്തുമാത്രം ഞെരുക്കങ്ങളാണ് ഉണ്ടായിരുന്നത്. സമൂഹത്തിൽ അവർ തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടു പോയിരുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ മാത്രമാണ് സ്വാഭാവിക മരണം മരിച്ചത്. മറ്റെല്ലാവരും രക്തസാക്ഷികളായി മരിക്കുകയാണ് ചെയ്തത്. നീചമായി അതിക്രൂരമായി അവരെ കൊല്ലുകയാണ് ചെയ്തത്. അപ്പോസ്തലനായ യോഹന്നാനെ പീഡിപ്പിക്കാഞ്ഞിട്ടല്ല, തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇട്ടു. ഏറെ നേരം എണ്ണ തിളപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു കേടും വരുന്നില്ല. ഒരു കേട് മരുന്നില്ലെന്ന് കണ്ടപ്പോൾ ചക്രവർത്തി കൽപ്പിച്ചു, ഒരു കാര്യം ചെയ്യും, അവനെ അവിടെ നിന്ന് കയറ്റി അവനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തു എന്ന് പറഞ്ഞു. പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തി. പത്മോസിൽ പോയതിന് ശേഷവും അപ്പോസ്തലൻ പിന്നെയും തിരിച്ചു വന്ന് അപ്പോസ്തലൻ അവസാനമായി ജീവിതത്തിൻ്റെ അവസാന കാലത്ത് അപ്പോസ്തലൻ ഒരു കാര്യം ചെയ്തു. എനിക്ക് എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കാൻ നിർവാഹമില്ല, വയ്യ, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ വയ്യ, എന്നെ ഒന്ന് എടുത്തുകൊണ്ട് പോയി ആ നാൽക്കവലയിൽ കൊണ്ടുപോയി ഇരുത്താമോ എന്ന് ചോദിച്ചു എൻ്റെ ശിഷ്യന്മാരോട്. ആ നാൽക്കവലയിൽ എന്നെ കൊണ്ടുപോയി ഇരുത്താമോ? അവർ കൊണ്ടുപോയി ഇരുത്തി. അപ്പോസ്തലൻ അവസാനമായി ഒരു പ്രസംഗം ചെയ്തു. ദൈവത്തെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. പ്രസംഗം തീർന്നു. ദൈവത്തെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. ആ ഒരൊറ്റ കാര്യം പറഞ്ഞു. അങ്ങനെ അതിനുശേഷമാണ് അപ്പോസ്തലൻ സ്വാഭാവിക മരണം മരിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഈ അപ്പോസ്തലൻ്റെ ആ അവസാനത്തെ വാക്കുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഇംഗ്ലീഷ് കവിതയുടെ ഏതാണ്ട് ഒരു പരിഭാഷ പോലെ നമ്മുടെ പുസ്തകത്തിൽ ഞാൻ മലയാളത്തിൽ ഒരു കവിതയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലൻ്റെ അവസാനത്തെ വാക്കുകൾ, ദൈവത്തെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. ഒരു വിധത്തിൽ പറഞ്ഞാൽ സുവിശേഷം മുഴുവൻ അതിനകത്തുണ്ട്. എല്ലാം ദൈവത്തെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് സുവിശേഷത്തിൻ്റെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ലഭിക്കും.
ദൈവത്തെ നാം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തോടുള്ളതായ സ്നേഹം. ഇന്ന് എനിക്കറിയാം പലരും പാപത്തിന് മേൽ ജയം കിട്ടുന്നതിന് വേണ്ടി അത്യുധ്വാനം ചെയ്യുന്നുണ്ട്. ജയിക്കണമെന്നുണ്ട്, തീർച്ചയായിട്ടും ഈ പാപം വരുന്നുണ്ട്. എനിക്ക് കർത്താവിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ട്. ഒരു തെറ്റും വരാതെ, ഒരു ചീത്ത ചിന്ത പോലും വരാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പലരും അത് ആഗ്രഹിക്കുന്നവരാണ്, പക്ഷേ സാധിക്കുന്നില്ല. അതിനുള്ള ഒരേ ഒരു പോംവഴി യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ്. കർത്താവിനെ സ്നേഹിക്കുക. നമുക്കറിയാം, മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, അമ്മയെ സ്നേഹിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ, കൊച്ചുകുട്ടികളെ നാം സ്നേഹിക്കുന്നു. സ്നേഹം എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ കുഞ്ഞുകുട്ടികളെ നാം സ്നേഹിക്കുന്നു. അതുപോലല്ല, അതിനേക്കാൾ എത്രയോ ഉപരിയായി നാം കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കണം. അങ്ങനെ ക്രിസ്തുവിനുള്ളതായ സ്നേഹം വാസ്തവമായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ സാധിക്കും. അഥവാ മറിച്ച് പറഞ്ഞാൽ, അപ്പോസ്തലനായ യോഹന്നാൻ്റെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിപ്പാൻ കഴിയാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിപ്പാൻ കഴിയും? അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിലാണ്. കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിപ്പാൻ കഴിയാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിപ്പാൻ കഴിയും? നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് നോക്കിയാൽ പുറമേ കാണിക്കുന്ന പുഞ്ചിരിയോ സ്നേഹമോ അതല്ല സ്നേഹം. പുറമേ കാണിക്കുന്ന മധുരവാക്കുകളോ നല്ല ഇമ്പമായ സംസാരമോ അതുമല്ല സ്നേഹം. അതിനപ്പുറം ഹൃദയത്തിൻ്റെ അകക്കാമ്പിൽ നിറഞ്ഞു നിൽക്കുന്നതായൊരു സ്നേഹം, അതൊരു വലിയ അത്ഭുതകരമായ അനുഭവമാണ്. ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹം, പരസ്പരം സ്നേഹം. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പീനെന്ന് ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഇന്ന് നമുക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ അറിവ് ധാരാളമുണ്ട്. വേദപുസ്തകത്തിലുള്ള അറിവുണ്ട്, വേദപുസ്തക ജ്ഞാനമുണ്ട്. ഒരുപക്ഷെ മറ്റ് പല കൂട്ടായ്മകളുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ കൂട്ടായ്മയിലുള്ളവർക്ക് വേദപുസ്തകത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാം. കാരണം ധാരാളം കേട്ടു. പക്ഷേ ഇന്ന് ആ സ്നേഹം എന്ന് പറയുന്ന വികാരം അതെവിടെയോ പോയി. ദൈവത്തോടുള്ളതായ സ്നേഹം വരണം, മനുഷ്യരുള്ളതായ സ്നേഹം വരണം. സ്നേഹമെന്ന് പറയുന്ന ആ ഒരു ഭാവം അതൊരു ആന്തരികമായ ഒരനുഭവമാണ്. നിറഞ്ഞ സ്നേഹം. ആ നിറഞ്ഞ സ്നേഹം ഉള്ളപ്പോഴാണ് നമുക്ക് മനസ്സിലാവില്ല തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തരുന്നത്. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തരുമ്പോൾ ആരും പതറേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. തെറ്റുകൾ കാണുമ്പോഴേക്കും പേടിച്ച് അരണ്ടു പോകേണ്ട കാര്യമില്ല. തെറ്റുകൾ വരുമ്പോൾ അതിനെ നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ തിരുത്തുക, അത് മാത്രമേ കർത്താവ് ഗ്രഹിക്കുന്നുള്ളൂ. കാരണം നമ്മളാരും പെർഫെക്റ്റ് അല്ല, ആരുമല്ല, നമ്മളാരും തികഞ്ഞവരല്ല. നമുക്ക് തെറ്റുകൾ തിരുത്താനുണ്ട്, ഒട്ടേറെ തെറ്റുകൾ തിരുത്താനുണ്ട്. തെറ്റുകൾ തിരുത്തി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ആരും തികഞ്ഞവരല്ല. നമുക്ക് നമ്മുടെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് നാം തെറ്റുകൾ മാറ്റി നാം ദൈവത്തിലേക്ക് തിരിയുക. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര് എന്ന് ഒരിക്കൽ ദാവീദ് ചോദിച്ചു. 19-ാം സങ്കീർത്തനം. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, സ്വമേധാഭാവങ്ങളെ കയറ്റിയടിയെ കാക്കണമേ. മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ എനിക്കുണ്ട്, പലതും എനിക്ക് മനസ്സിലായിട്ടില്ല, ഇന്ന തെറ്റെനിക്കുണ്ടെന്ന് മനസ്സിലായിട്ടില്ല. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ, സ്വമേധാഭാവങ്ങളെ കയറ്റിയടിയെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുവാനായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. 19-ാം സങ്കീർത്തനത്തിലെ അവസാന വാക്യങ്ങളായി പറഞ്ഞത്. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കിനെ മോചിക്കണമേ, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? സങ്കീർത്തനക്കാരൻ ദാവീദ് തന്നെ പിന്നെയും പാടി 139-ാം സങ്കീർത്തനത്തിൽ, യഹോവേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. പുറമെയുള്ള കാര്യങ്ങളല്ല, ഹൃദയത്തെ. യഹോവേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നനവുകളെ അറിയണമേ, എൻ്റെ ചിന്താഗതികൾ, എൻ്റെ നനവുകൾ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗ്ഗത്തിൽ നടത്തണമേ. വ്യസനത്തിലുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് ഒന്ന് നോക്കി കാണണമേ. ഞാൻ നോക്കിയിട്ട് എനിക്ക് അതെല്ലാം പലതും മറഞ്ഞിരിക്കുന്നു. വ്യസനത്തിനുള്ള മാർഗ്ഗം, അത് ഇംഗ്ലീഷ് ബൈബിളിൽ നേതർജ്ജം ചെയ്താൽ വ്യസനത്തിന് നല്ല കിട്ടുന്നത്. ഈസ് ദർ എനി വിക്കറ്റ് വേ ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിക്കറ്റ് വേസ് ഉണ്ടോ? തെറ്റായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? ഈസ് ദർ എനി വിക്കറ്റ് വേസ് ഇൻ മൈ ലൈഫ്?
എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിക്കറ്റ് വേയ്സ്, തെറ്റായ വഴികളുണ്ടോ എന്ന് നീ എനിക്ക് കാണിച്ചു തരണമേ. യഹോവയെ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ നമുക്ക് തൃപ്തി വന്നു പോകരുത്. ആത്മീയ ജീവിതത്തിൽ നാം എപ്പോഴും ഒന്നിനൊന്ന് ശുദ്ധീകരണം പ്രാപിച്ച് വളരാൻ ആഗ്രഹിക്കണം. ശുദ്ധീകരണം പ്രാപിച്ച് എനിക്ക് കർത്താവിൻ്റെ വിശുദ്ധനാകണം, ആയിട്ടില്ല. എൻ്റെ കർത്താവെ, എനിക്ക് കർത്താവിൻ്റെ വിശുദ്ധനായി തീരണമെന്ന് നാം ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് സാധിപ്പിച്ചു തരും, ഉറപ്പാണ്. യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും. കർത്താവിൽ പറഞ്ഞു, യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും. ദോഷികളായി നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും. ദൈവത്തിൻ്റെ വാക്കല്ലേ, യേശുവിൻ്റെ വാക്കല്ലേ പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കിട്ടും നമുക്ക്. നല്ല ദാനങ്ങളെ കൊടുക്കാൻ നമുക്കറിയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നു. അവർ ഏതെങ്കിലും ഒരു നല്ല കാര്യം ചോദിക്കുന്നു, ചെയ്തു കൊടുക്കുന്നു. അതിൽ കുഞ്ഞുങ്ങൾ അവരുടെ ആവശ്യങ്ങൾ പറയുന്നു. സ്കൂളിലേക്ക് ഫീസ് കൊടുക്കുന്ന കാര്യമാകാം, അല്ല കോളേജിലേക്ക് പുതിയ നോട്ട്ബുക്ക് മേടിക്കുന്ന കാര്യമാകാം, അല്ല എന്തെങ്കിലും അല്ലേ, നിങ്ങൾ കടയിൽ ചെന്നു എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഒരു സാധനം വാങ്ങിക്കുന്ന കാര്യമായി മക്കൾ ചോദിക്കുന്നത് അപ്പം കൊടുക്കുന്നു, അപ്പനോ അമ്മയോ ചെയ്തു കൊടുക്കുന്നു. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നമുക്ക് പാവത്തിന് ജയമില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജയിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. പാവത്തിന് ജയം കിട്ടാൻ താല്പര്യമില്ല. ആഴത്തിലേക്ക് നോക്കുമ്പോൾ ഇന്നും ചില വേരുകൾ ഈ ലോകത്തിലേക്ക് ഓടിയിരിക്കുന്നു. വേരുകൾ പുറമേയൊക്കെ വെട്ടിക്കളഞ്ഞു, വേര് ലോകത്തിലേക്ക്, ലോക ഇമ്പങ്ങളിലേക്ക്. നിങ്ങൾ പലരും സിനിമ കാണുന്നില്ല, പക്ഷേ സിനിമ കാണാനുള്ള ആസക്തി ആ വേരവിടെ കിടക്കുന്നു. ചീത്ത പടങ്ങൾ കാണുന്നില്ല, നല്ലത്. ചെറുപ്പക്കാർ പലരും ചില ബ്ലൂ ഫിലിംസൊക്കെ പറയുന്ന, ഭാഗ്യവശാൽ ഞാനത് കണ്ടിട്ടില്ല, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബ്ലൂ ഫിലിംസ് എന്ന് പറയുന്ന ചീത്ത പടങ്ങൾ ചെറുപ്പക്കാർ പലരും കാണുന്നു. അത് കാണണ്ടെന്ന് പറഞ്ഞു തീരുമാനിച്ചു, കാണില്ല. പക്ഷേ അതിലേക്കുള്ളൊരു ആസക്തി അകത്ത് കിടക്കുന്നു. ഇൻക്ലിനേഷൻ ടു സിൻ, പാവത്തിലേക്കുള്ള ഒരു ഇൻക്ലിനേഷൻ, ചായ്വ് അവിടെ കിടക്കുന്നു, ആസക്തി അവിടെ കിടക്കുന്നു. അത് പാടില്ല. അതും കൂടെ പറിച്ചു തരും. നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതും കർത്താവ് പറിച്ചു തരും. ഈ വേരുകളെല്ലാം തോണ്ടി പറിച്ചു കളയാനാണ് സുവിശേഷ പ്രസംഗങ്ങൾ. വചനസൃഷ്ടി അതിനു വേണ്ടിയാണ്. ഓരോ മറഞ്ഞിരിക്കുന്ന വേരുകളും തോണ്ടി എടുത്ത് ദൈവത്തിന് കാണിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവ് അവിടെ എല്ലാം കത്തിവയ്ക്കുന്നു. കത്തിവയ്ക്കുമ്പോൾ ചിലപ്പോൾ നീറ്റലുണ്ടാകും, ചിലപ്പോൾ വേദനയുണ്ടാകും. പക്ഷേ അവിടെ വേദനിക്കേണ്ട ആവശ്യമില്ല. അത് എൻ്റെ ഭാഗ്യമാണ്. എൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത് എൻ്റെ ഭാഗ്യമാണ്. ഞാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിൽക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നെക്കൊണ്ട് വൻകാര്യങ്ങൾ കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നെ ഈ ഭൂമിയിലേക്ക് കർത്താവ് അയച്ചപ്പോൾ എന്നിൽ നിന്നുകൊണ്ട് ചില വൻകാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇതിനെ അഴിച്ചുവിടുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയും. യേശുവിന് ആവശ്യമുണ്ട്, എന്നെക്കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട്. എന്തൊരു വ്യക്തമായ ബോധ്യമാണ് കിട്ടുന്നത്. എന്നെക്കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട്. ഒന്നുമില്ലാത്ത എന്നെക്കൊണ്ട്, ആരോഗ്യമില്ലാത്ത എന്നെക്കൊണ്ട്, വിദ്യാഭ്യാസമില്ലാത്ത എന്നെക്കൊണ്ട്, ഒരു പ്രാപ്തിയുമില്ലാത്ത എന്നെക്കൊണ്ട്, ധൈര്യമില്ലാത്ത എന്നെക്കൊണ്ട്, ഒരു തൻ്റെ ഇടവും ഇല്ലാത്ത എന്നെക്കൊണ്ട്, ആരെങ്കിലും വന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ തിരിച്ചൊന്ന് പറയാൻ കഴിവില്ലാത്ത എന്നെക്കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. മറിച്ച് ഒന്നുകൂടി ചിന്തിക്കാം. പലതരത്തിലുള്ളതായ ദുരാലോചനകളുള്ള എന്നെക്കൊണ്ട്, പലതരത്തിലുള്ളതായ ദുരാഗ്രഹങ്ങളുള്ള എന്നെക്കൊണ്ട്, പലതരത്തിലുള്ളതായ ഇഷ്ടക്കേടുകളും മുഷിച്ചുകളും പരാതികളും പരിഭവങ്ങളെല്ലാം ഉള്ള എന്നെക്കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട്. അനേകം തിന്മകളും അശുദ്ധ ചിന്തകളും അശുദ്ധ വികാരങ്ങളുമുള്ള എന്നെക്കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട്. ഇതിനെ അഴിച്ചുവിടുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ. സ്തോത്രം. അതുകൊണ്ട് ഈ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനുമേൽ ഒന്നായി എങ്ങനെ പാപത്തിൻ്റെ നമ്മുടെ വേരുകൾ തമ്മിൽ കണ്ട് അതെല്ലാം പറിച്ചു മാറ്റുന്നതിന് വേണ്ടിയതായ ഉദ്യമമായിരിക്കും നമ്മുടെ പ്രാർത്ഥന. ആരെങ്കിലും വഴിയായിട്ട് നമുക്ക് പാവം ഇന്നത് തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടക്കുറവ് വരികയല്ല വേണ്ടിയത്, ആളോട് നമുക്ക് പരിഭവം വരികയല്ല വേണ്ടത്. നേരെ കുറിച്ച് എനിക്ക് ഇന്ന തെറ്റുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചില്ലെന്നല്ലോ കർത്താവേ, എന്തൊരു ഭാഗ്യം, എനിക്ക് ഇതുവരെ അറിയാൻ വയ്യാത്ത കാര്യമായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായല്ലോ എന്നുള്ള ആ ഒരു നന്ദിയോടുകൂടി ദൈവത്തെ സ്തുതിക്കുകയും അങ്ങനെ നാം അത് സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മെ തന്നെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമ്പോൾ നാം അടുത്ത പടിയിലേക്ക് കയറുന്നു. ഇങ്ങനെ പടിപടിയായിട്ടുള്ള കയറ്റമാണ് ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത്.
അത് ഒറ്റ ദിവസം കൊണ്ട് നടന്നു കിട്ടുകയില്ല, തീരില്ല. അത് ഒരു ആയുഷ്പര്യന്തമുള്ള, മരണത്തോളമുള്ള ഒരു പ്രക്രിയയാണ്. ലോങ് പ്രോസസ്സ്, അത് വളരെ നീണ്ടൊരു പ്രക്രിയയാണ്. ഈ മരണത്തോളമുള്ള ആ ഒരു അനുഭവം, ശുദ്ധീകരണത്തിൻ്റെ അനുഭവം നേടാനാണ് കർത്താവ് നമ്മെ വിളിച്ചു വരുത്തി അവിടുത്തെ കൃപയുടെ വചനം നമുക്ക് തരുന്നത്. ദൈവത്തിന് സ്തോത്രം. താഴ്വരകൾ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമുക്ക് കണ്ണുനീർ താഴ്വരയെക്കുറിച്ച് ചിന്തിക്കാം. കണ്ണുനീർ താഴ്വര 84 സങ്കീർത്തനം 6 വാക്യം നമുക്ക് വായിക്കാം. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ദൈവത്തിന് സ്തോത്രം. മേൽക്കുമേൽ ബലം പ്രാപിക്കുകയും ഒടുവിൽ സ്വർഗീയ സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുകയും ചെയ്യുന്നതിന് കണ്ണുനീർ താഴ്വരയിൽ കൂടി നമ്മെ കടത്തിവിടുകയാണ്. കണ്ണുനീർ താഴ്വര, കണ്ണുനീർ താഴ്വരയിൽ കൂടി നമ്മളെ കടത്തിവിടുകയാണ്. ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും ചിലപ്പോൾ ചില അത്യാഹിതങ്ങളും എല്ലാം വരുമ്പോൾ അവിടെ നാം മനസ്സിലാക്കണം, എന്നെ ഈ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടത്തിവിട്ടിട്ട് കർത്താവ് എന്നെ ഉയർത്താൻ പോവുകയാണ്. എന്നെ പർവ്വതത്തിൻ്റെ ശൃംഗങ്ങളിലേക്ക്, പർവ്വതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകാൻ കർത്താവ് യത്നിക്കുകയാണ്. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എന്നെ ഉയർത്താൻ കർത്താവ് നോക്കുകയാണ്. നിങ്ങൾ നോക്കിയുള്ളൂ, ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഭൗതികമായി തന്നെ ഔന്നത്യം പ്രാപിച്ചിട്ടുള്ളവർ നിങ്ങൾ നോക്കൂ. വലിയ ശോധനയിൽ കൂടി കടന്നുപോയവരാണ്. വലിയ ശോധനയിൽ കൂടി, തീയുടെ അനുഭവത്തിൽ കൂടി, അഗ്നിശോധനയിൽ കൂടി കടന്നുപോയവരാണ്. കണ്ണുനീര് പൊഴിച്ചവരാണ്, വലഞ്ഞു പോയവരാണ്. ചരിത്രം അറിയാവുന്നവർക്കറിയാം, എബ്രഹാം ലിങ്കൺ അമേരിക്കയിലെ ഏറ്റവും ശ്രേഷ്ഠനായ പ്രസിഡൻ്റായിരുന്നു. പക്ഷേ എബ്രഹാം ലിങ്കൺ കിൻറ്റുക്കി എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു. എബ്രഹാം ലിങ്കണ് ജീവിക്കാൻ മാർഗമുണ്ടായിരുന്നില്ല. എബ്രഹാം ലിങ്കൺ അവിടെ ധാരാളം വനമുണ്ട്. വനത്തിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവന്ന് അത് വിറ്റാണ് ഉപജീവനം കഴിച്ചിരുന്നത്. എബ്രഹാം ലിങ്കണ് വീട്ടിൽ വിളക്കൊന്നുമില്ല, വെളിച്ചമില്ല. എബ്രഹാം ലിങ്കൺ തെരുവിലിറങ്ങി തെരുവിളക്കത്തിൻ്റെ അടിയിലിരുന്ന് വായിച്ചാണ് പഠിച്ചത്. തെരുവിളക്കിൻ്റെ അടിയിൽ മഹാനായ പ്രസിഡൻ്റായി. പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയ ശോധന ഉണ്ടായി തന്നെയല്ല. എന്തുമാത്രം പ്രാവശ്യം തോറ്റു എബ്രഹാം ലിങ്കൺ. തോറ്റെന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചർ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുപ്പിൽ നിന്നു, വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പിൽ നിന്നു, പിന്നെ ഏതോ ഡിസ്ട്രിക്റ്റിൻ്റെ ഗവർണർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പിൽ നിന്നു. ഇങ്ങനെ അനേക കാര്യങ്ങളെല്ലാം തോറ്റു. ശ്രമിച്ചതിനെല്ലാം തോൽവിയാണ്. ഓർക്കുക, എബ്രഹാം ലിങ്കണെ പോലെ ഒന്നും ആകുന്നില്ല. എങ്കിലും നമ്മുടെ ജീവിതത്തിലും തോൽവികൾ വരുമ്പോൾ ഒരിക്കലും തളരരുത്. ഭൗതികമായ തോൽവികൾ വരുമ്പോൾ, ഭൗതികമായ ക്ഷീണങ്ങൾ തട്ടുമ്പോൾ, ഭൗതികമായി നാം പ്രതീക്ഷിക്കാത്തതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഒരിക്കലും തളരരുത്. നേരെ മറിച്ച് നമ്മെ നയിക്കുന്ന നമ്മുടെ നല്ലവനായ യേശു ക്രിസ്തു ഈ തോൽവികൾക്കപ്പുറം ഒരു ജയത്തിൻ്റെ ഒരു കൊടുമുടി എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഈ താഴ്വരയ്ക്കപ്പുറം ജയത്തിൻ്റെ ഒരു കൊടുമുടിയുണ്ട്. ഈ താഴ്വര കൊണ്ട് യാത്ര തീരുകയല്ല. ഈ താഴ്വര കഴിഞ്ഞൊരു വലിയ കൊടുമുടിയുണ്ട്, ഒരു ഗിരിശൃംഗമുണ്ട്, ഒരു പർവ്വതത്തിൻ്റെ കൊടുമുടിയുണ്ട്. ആ കൊടുമുടിയുടെ മുകളിലേക്ക് എന്നെ ഉയർത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം പരിശ്രമിക്കുന്നത്. ഓർക്കണം, അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ലേഖനത്തിൽ 1-ാമത്തെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, നിങ്ങൾക്ക് പരീക്ഷിക്കാൻ സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് ഒന്നുകൂടി ഇന്ന് അതിശയിച്ച് പോകരുത്. വായിച്ച്, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക്, അപൂർവം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്തത്, ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ച് പോകരുത്. ഇതുവരെ നന്നില്ലാത്തൊരു പ്രയാസം നിങ്ങൾക്ക് വന്നാൽ, ഒരു അപൂർവ കാര്യം, ഒരു ഇതിനു മുമ്പ് വന്നിട്ടില്ലാത്തൊരു പ്രയാസം നിങ്ങൾക്ക് വന്നാൽ അതിശയിച്ച് പോകരുത്. വായിച്ചോ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. നമുക്ക് ഈ അഗ്നിശോധനയിൽ കൂടിയാണ് പോകുന്നത്, തീയിൽ കൂടിയാണ് കടത്തിക്കൊണ്ട് പോകുന്നത്. ഈ തീയിൽ കൂടി നമ്മൾ കൊണ്ടുപോവുകയാണ്. എന്നും എരിപരി സഞ്ചാരം, എന്നും വേദന, എന്നും യാതന, എന്നും ദുരിതം, എന്നും ഒറ്റപ്പെടുത്തപ്പെടുന്ന അനുഭവങ്ങൾ, എന്നും അവഹേളനങ്ങൾ, എന്നും നിന്ദനങ്ങൾ, എന്നും ആക്ഷേപങ്ങൾ, ദൃഷ്ടി മുട്ടിപ്പോകുന്നു പറയില്ലേ എന്നതുപോലെ മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ വയ്യാത്തതുപോലെ വരും. നമുക്ക് മുന്നോട്ടൊരു ഗതിയില്ലാത്തതുപോലെ, ഗതി മുട്ടിപ്പോയതുപോലെ വരും. പ്രശ്നങ്ങൾ ഒന്നുമേലൊന്നായി കുന്നുകുന്നായി കൂടിക്കൂടി വരും. ഇന്ന് ഒരു വിഷയത്തെക്കുറിച്ച് കരഞ്ഞു, പ്രയാസപ്പെട്ടു,
നാളെ ഇതാ വേറൊരു വിഷയം വരുന്നു, പിന്നാലെ വരുന്നു. തീർന്നല്ലോ എന്ന് വിചാരിച്ചിരുന്നു, ഇത് തീർന്നില്ല, അടുത്ത് വേറൊന്ന് വരുന്നു. ഇതെന്നാ തീരുന്നത്? ഈ കണ്ണീരിന് വിശ്രമമില്ല, ദുരിതത്തിന് വിശ്രമമില്ല. ദുരിതത്തിന് വിശ്രമമില്ലാതുപോലെ ഇങ്ങനെ വരുന്നു. അടിക്കടി ദുരിതങ്ങൾ, അടിക്കടി വേദനാ വിഷയങ്ങൾ. ഒന്ന് ഓർത്ത് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. നിങ്ങൾക്കറിയാമല്ലോ എന്തുമാത്രം പ്രതിസന്ധികളെയാണ് ഓരോ ദിവസവും നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രതിസന്ധിയില്ലെങ്കിൽ അത് എവിടെയോ നിങ്ങൾക്ക് തകരാറുണ്ടെന്ന് വേണം ഞാൻ പറയും. എവിടെയോ തകരാറുണ്ട്, പ്രതിസന്ധിയൊന്നും ഇല്ലെങ്കിൽ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാ സുഗമമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എവിടെയോ നിങ്ങൾക്ക് കേടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. മനസ്സിലാകുമോ? നിങ്ങൾക്ക് വാസ്തവമായി ക്രിസ്തുവിനുള്ളതായ പ്രതിബദ്ധതയുണ്ടെങ്കിൽ, ക്രിസ്തുവിനുള്ളതായ കടപ്പാടുണ്ടെങ്കിൽ, ക്രിസ്തുവിനുള്ളതായ സ്നേഹത്തിൽ നിങ്ങൾ എരിഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഉറപ്പാണ്. കാരണം ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി, യജമാനെ പോലെയാകുന്നത് ദാസന് മതി. ഗുരുവും യജമാനുമായ കർത്താവായ യേശു ക്രിസ്തു സഹിച്ചത് എന്താണ്? ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും കർത്താവ് ശിക്ഷിക്കപ്പെട്ടില്ലേ? ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് കർത്താവ് ആക്ഷേപിക്കപ്പെട്ടില്ലേ? എന്തുമാത്രം ആക്ഷേപങ്ങൾ! അർദ്ധനഗ്നനായി എന്ന് പറഞ്ഞതുപോലെ വസ്ത്രമെല്ലാം പറിച്ചുരിഞ്ഞ് അവരങ്കിക്കായി ചീട്ടിട്ടുണ്ട് ആ പടയാളികൾ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നു. കർത്താവോ നഗ്നനായി കിടന്നുകൊണ്ട് കർത്താവ് ശ്വാസം കിട്ടാതെ വലിക്കുന്നു. ശ്വാസം കിട്ടാതെ കുരിശിൽ തൂങ്ങിക്കിടക്കുകയാണ്. 3 ആണികൾ ബന്ധിതനായി കിടക്കുകയാണ്. ഞാൻ ഒരവസരത്തിൽ പറഞ്ഞതുപോലെ നെഞ്ചും വയറും അരയും മറ്റും ഒന്ന് കെട്ടി വെച്ചിരുന്നെങ്കിൽ, കുരിശിനോട് കെട്ടിയിരുന്നെങ്കിൽ ഇത്രയും വിഷമമുണ്ടാകില്ലായിരുന്നു. ഇതിപ്പോൾ ശരീരത്തിൽ മുറിവേറ്റ വേദനയേക്കാൾ കൂടുതൽ ശ്വാസം കിട്ടുന്നില്ല, ആഞ്ഞ് തൂങ്ങിക്കിടക്കുകയാണ്. കൈകളും കാലുകളും മാത്രമേ ബന്ധിച്ചിട്ടുള്ളൂ ആണി കൊണ്ട്. ശരീരം മുഴുവനും മുന്നോട്ട് ആഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് ആ കാല് മടങ്ങി കൂഞ്ഞി കിടന്നുകൊണ്ട് വലിക്കുന്നു, ശ്വാസം കിട്ടാൻ ശ്രമിക്കുന്നു. ഓക്സിജൻ കിട്ടുന്നില്ല, പ്രാണവായു കിട്ടുന്നില്ല. വലിക്കുന്ന ശബ്ദം ദൂരെ കേൾക്കുമായിരുന്നു. കുരിശിലെ മരണം എന്ന് പറയുന്നത് ആ മുറിവിൻ്റെ വേദനയേക്കാൾ കൂടുതൽ, മുറിവിൻ്റെ വേദനയുണ്ട് തീർച്ചയായിട്ടും, അതിനേക്കാൾ കൂടുതൽ ശ്വാസം കിട്ടാതെയുള്ളത് വലച്ചിലാണ്. വലിയ ഒരു ഭീകരമായ ശബ്ദമാണ് പുറപ്പെടുന്നത്, വേദന നിറഞ്ഞ ശബ്ദം. ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഇതെല്ലാം സഹിച്ചു. കർത്താവിൻ്റെ പരിഭവം ഉണ്ടായില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കർത്താവ് ഇതൊക്കെ സഹിക്കേണ്ടി വന്നത്? പുറത്ത് നോക്കൂ, നമുക്കറിയാമല്ലോ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്. എവിടെ ചെന്നാലും സ്നേഹമല്ലേ കർത്താവ് കൊടുത്തിട്ടുള്ളൂ. എവിടെ ചെന്നാലും കർത്താവിൽ നിന്ന് മറ്റുള്ളവർക്ക് അനുഗ്രഹമല്ലേ കിട്ടിയിട്ടുള്ളൂ. നമുക്കറിയരുതോ? എവിടെയും എവിടെ വേദനയുണ്ടോ കർത്താവ് ഓടി ചെല്ലുന്നു, എവിടെ ദുരിതമുണ്ടോ കർത്താവ് ഓടി ചെല്ലുന്നു, എവിടെ രോഗമുണ്ടോ അവിടെ ഓടി ചെല്ലുന്നു, എവിടെ മരണത്തിൻ്റെ തീവ്രമായ വേദനയിൽ അവിടെ ഉള്ളവർ കഴിയുന്നു അവിടെ ഓടി ചെല്ലുന്നു. ദുഃഖമുള്ളയിടത്ത് ഓടിച്ചെന്ന് ദുഃഖമകറ്റുക എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഒരേ ഒരു ലാക്ക്. ഇന്നും അതേ യേശു തന്നെയാണ് നമ്മുടെ അടുക്കൽ വന്നിരിക്കുന്നത്. ആ യേശു ക്രിസ്തു തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ യേശു ക്രിസ്തു തന്നെയാണ് നമ്മൾ ഇടപെടുന്നത്. നമ്മുടെ അഗ്നിശോധനകൾ കർത്താവ് കാണുന്നു. താഴ്വരയുടെ അനുഭവം, കണ്ണുനീരിൻ്റെ അനുഭവം. കണ്ണുനീർ താഴ്വരയിൽ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ആരെല്ലാം കണ്ണീരണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്? ദുഃഖത്തിൻ്റെ കണ്ണീര്, യാതനയുടെയും വേദനയുടെയും കണ്ണീര്. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു, കണ്ണീര്. വിദ്യാഭ്യാസം മുടങ്ങിപ്പോയി, പഠിത്തം നടക്കുന്നില്ല, പരീക്ഷ തോറ്റുപോയി, കണ്ണീര്. നല്ലൊരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു, കിട്ടും വിചാരിച്ച് അതുവരെ കാത്തിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് വേറൊരാളെ നിയമിച്ചു, എന്നെ എടുക്കുന്നില്ല എന്ന്, കണ്ണീര്. പല നാളായി ഒരു വിവാഹിതനാകാൻ ആഗ്രഹിച്ചു, പക്ഷേ പറ്റിയ രീതിയിൽ ഒരു വിവാഹബന്ധം വരുന്നില്ല, കണ്ണീര്. ദൈവത്തിന് സ്തോത്രം. പ്രായം കൂടി വരുന്നു. 30, 32, 33, 34, 35, അല്ല 36, 37. വർഷങ്ങൾ നീണ്ടു പോവുകയാണ്, വർഷങ്ങൾ കൂടി പോകുന്നു, വിവാഹം നടക്കുന്നില്ല. 37 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, സാറേ വിവാഹം ആലോചിക്കാനായിട്ടല്ല, ഒന്നും നടക്കുന്നില്ല, എന്തോ ശാപമുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെ ശാപമുണ്ടെന്ന് വിചാരിക്കണ്ട, ശാപമുണ്ടെന്നൊക്കെ പറയാൻ അങ്ങനെയൊന്നും കർത്താവ് എനിക്ക് തരുന്നില്ല. പക്ഷേ ഒന്ന് പറയാം, മുട്ടിപ്പായി പ്രാർത്ഥിക്കൂ, നമ്മുടെ ആഗ്രഹങ്ങൾ യേശുവിനോട് പറയൂ. ഒരു നല്ല വിശ്വാസിയായ ഒരു പെൺകുട്ടിയെ ഭാര്യയായിട്ട് തരണമെന്ന് കർത്താവിനോട് ചോദിക്കുക. ചോദിച്ചു വാങ്ങാൻ ഞാൻ പറഞ്ഞു, ചോദിച്ചു വാങ്ങണം. ഒരു ദൈവവിശ്വാസിയുള്ളൊരു പെൺകുട്ടിയെ, യേശുക്രിസ്തുവിനെ അറിയുന്നൊരു പെൺകുട്ടിയെ, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നൊരു പെൺകുട്ടിയെ എനിക്കൊരു ഭാര്യയായി തരണം കർത്താവിന് ചോദിക്കുക, ചോദിച്ചു വാങ്ങുക. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നമ്മുടെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് എന്തും ചോദിക്കാം.
അപ്പനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിന്നാൽ, അപ്പന് വിട്ട് വിദേശത്തേക്ക് പോയാൽ അപ്പനോട് ചോദിക്കാനൊക്കെ ഇല്ലല്ലോ. അപ്പനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ അപ്പൻ്റെ ഭവനത്തിൽ ജീവിച്ചാൽ എല്ലാം ചോദിക്കാം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചോദിക്കാം, ചോദിച്ചു വാങ്ങാം. കണ്ണീരണിഞ്ഞ ജീവിതം, ദുരിതപൂരിതമായ ജീവിതം, യാതനാഭരിതമായ ജീവിതം, കഷ്ടപ്പാടേറ്റ് ഉലയുന്ന ജീവിതം, ഉരുകി തിളയ്ക്കുന്ന ജീവിതം. ദൈവത്തിന് സ്തോത്രം. ഈ വേദന കൊണ്ട് വിങ്ങുന്ന ഹൃദയത്തിൽ ആശ്വാസം തരാൻ യേശുക്രിസ്തു ജീവിക്കുന്നു. ആ യേശുവിനെ നമ്മുടെ കർത്താവിന് ഇഷ്ടമായി നിങ്ങൾ സ്വീകരിക്കൂ. യേശുവിനോട് നിങ്ങൾ ഉള്ളു തുറന്ന് പറയൂ, കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ, എൻ്റെ ഈ വേദന നിറഞ്ഞ ജീവിതത്തിലേക്ക് നീ വരണമേ, എൻ്റെ ആകുല നിറഞ്ഞ ജീവിതത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ, സങ്കടം മാത്രമുള്ള എൻ്റെ ജീവിതത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ, ജനിച്ചന്നു മുതൽ സങ്കടമല്ലാതെ എനിക്ക് നല്ലതൊന്നും ചിരിക്കാൻ പറ്റിയിട്ടില്ല, ആ ജീവിതത്തിലേക്ക് നീ വരണമേ, സമാധാനമില്ലാത്ത ജീവിതത്തിലേക്ക് നീ വരണമേ. കർത്താവേ, കണ്ണീർ താഴ്വരയിൽ കൂടി കിടക്കുന്ന എനിക്ക് നീ ഒരു തുണയായി വരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. യേശുവേ, നീ എന്നെ വിട്ടു പോവല്ലേ. പറയൂ പ്രിയപ്പെട്ടവരെ, യേശുവിനോട് പറയൂ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ഭാവി യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് യേശുവിനോട് നിങ്ങളൊരു വാക്ക് പറയൂ. യേശുവേ, ഇത്രയും കാലം ഞാൻ ഒന്നുമില്ലാത്തതിനെ പോലെ ജീവിച്ചു, എനിക്ക് കർത്താവുന്ന സ്വത്ത് എന്താണെന്ന് അറിയാതെ ഞാൻ ജീവിച്ചു. യേശുവേ, നീ തന്ന സമ്പത്ത് എന്താണ്? എനിക്ക് തന്ന സമ്പത്ത് യേശു തന്നെയാണ്. യേശു എന്ന നിത്യസമ്പത്താണ് എനിക്ക് കിട്ടിയത്, യേശു എന്ന നിത്യ നിക്ഷേപമാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ യേശുവേ, അത് എനിക്ക് തരുവാൻ തക്കൊണ്ട് ഞാൻ ആര്? ഇനി എന്നെ എന്ത് നന്മ കണ്ടു കർത്താവേ? എന്നാൽ നീ എന്നെ സ്നേഹിച്ചല്ലോ. ഈ സ്നേഹത്തിന് പകരമായി ഒന്നും തരാൻ എൻ്റെ കഴിവില്ല. ഒന്ന് മാത്രം ഞാൻ പറയാം, കർത്താവേ, ഈ ആയുസ് നിനക്ക് വേണ്ടി മാത്രം. ഹല്ലേലൂയ. ഈ ആയുസ് യേശുവേ നിനക്ക് വേണ്ടി മാത്രം. എന്നെ സ്നേഹിച്ച സ്നേഹത്തിന് പകരം തരാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് എൻ്റെ ഈ ആയുഷ്കാലം മുഴുവൻ നിനക്കായി ഞാനിതാ അടിയറ വയ്ക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതം കർത്താവിൻ്റെ വാതിൽക്കലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നവർ, വ്യക്തമായി തീരുമാനം ഉണ്ടെങ്കിൽ മാത്രം അവരുടെ കരങ്ങൾ ഉയർത്തൂ. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ മക്കളെല്ലാം അവിടെ നിന്ന് സന്ദർശിക്കണമേ. ഓരോരുത്തരുടെയും തീരുമാനങ്ങൾ അവിടെ നിന്ന് അറിയുന്നില്ല കർത്താവേ. ഓരോരുത്തരെടുത്തിരിക്കുന്ന നിശ്ചയങ്ങൾ, തീരുമാനങ്ങൾ, നിർണയങ്ങൾ അവിടെ നിന്ന് കാണുന്നില്ല കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ഹോസ്പിറ്റലിലായിരിക്കുന്നവർക്ക് സമാധാനവും സൗഖ്യം നൽകണമേ. മനസ്സ് ഭാരപ്പെട്ട് ഉള്ളു നീറിയിരിക്കുന്നവർക്ക് ആശ്വാസം സമാധാനം നൽകണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, നിൻ്റെ മക്കളാരും പാരവശ്യപ്പെട്ടു പോകാതെ, ദുരിതം അനുഭവിച്ചു പോകാതെ കർത്താവേ, സമാധാനം അനുഭവിക്കാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. കുടുംബമായി അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളിലേക്ക് ശാന്തിയും സ്നേഹവും സമാധാനം അയക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരും വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.